നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ UDFന് മിന്നും ജയം. ജില്ലാ പഞ്ചായത്ത് ഭരണം UDFന്റെ കയ്യിൽ ഭദ്രം. ദലിതർക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി കേരള ദലിത് ഫെഡറേഷൻ. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമുയർത്തുമെന്ന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ. ആരോഗ്യ സർവകലാശാല കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. പെരിയയിൽ നടക്കുന്ന കലോത്സവത്തിന് ഞായറാഴ്ച സമാപനം. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പണിമുടക്ക് പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് ജീവനക്കാരുടെ ധർണാ സമരം. ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഉപ്പളയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില കെട്ടിടം തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. വാർത്തകൾ വിശദമായി. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ UDF നിലനിർത്തി. ഇതോടെ ജില്ലാ പഞ്ചായത്ത് UDF തന്നെ ഭരിക്കും. UDFിലെ ഷാനവാസ് പാദൂരാണ് ഇവിടെ വിജയിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഷാനവാസ് പാദൂർ വിജയിച്ചു. 1886 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 14,986 വോട്ട് ഷാനവാസിന് ലഭിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞി കടനാട് 13,100 വോട്ട് നേടി. N. ബാബുരാജിന് 4,107 വോട്ട് ലഭിച്ചു. 72 പോളിംഗ് സ്റ്റേഷനുകളിലായി 51,935 വോട്ടർമാരിൽ 32,193 വോട്ട് രേഖപ്പെടുത്തിയത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെണ്ണലിന് വരണാധികാരിയായ ജില്ലാ കളക്ടർ E. ദേവദാസൻ നേതൃത്വം നൽകി. ADM K. അംബുജാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP. രാജ്മോഹൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ P. മുഹമ്മദ് നിസാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ A. ദേവയാനി എന്നിവരും സ്ഥാനാർത്ഥികളും ഏജന്റുമാരും സംബന്ധിച്ചു. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിച്ചു. 9:45 പൂർത്തിയായി. 5 ടേബിളുകളിലായി 15 റൗണ്ടായാണ് വോട്ടെണ്ണിയത്. ഉദുമ ഗ്രാമപഞ്ചായത്തും ചെമ്മനാട്, പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളും ഉൾപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലം. ഇതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ UDFന് സാധിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 6,500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു പാദൂർ കുഞ്ഞാമു ഹാജി വിജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം 3-1 കുറഞ്ഞു. BJPക്ക് 2,000ഓളം വോട്ടുകൾ കുറഞ്ഞു. LDF സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞി കടനാടിന് 1,000-ലധികം വോട്ടുകൾ അധികമായി നേടാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഉദുമ ഡിവിഷനിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ പ്രകടനം നടത്തി. വോട്ടെണ്ണൽ നടന്ന ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിന് മുമ്പിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. UDFനും ഇടതുമുന്നണിക്കും നിർണായക തിരഞ്ഞെടുപ്പായിരുന്നു ഉദുമ ഡിവിഷനിലേത്. ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഉദുമയിലേത്. ഇവിടെ തികഞ്ഞ വിജയപ്രതീക്ഷയുമായി രംഗത്തിറങ്ങിയ LDF സ്ഥാനാർത്ഥിയെ പാദൂർ കുഞ്ഞാമു ഹാജിയുടെ മകൻ ഷാനവാസ് പാദൂർ 1,886 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഷാനവാസിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അണികൾ ഷാനവാസിനെ ആനയിച്ച് പ്രകടനം നടത്തി. സിറ്റിംഗ് സീറ്റായ ഉദുമയിൽ വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നും UDF ചിന്തിച്ചിരുന്നില്ല. ഇതോടെ LDFന്റെ ജില്ലാ പഞ്ചായത്ത് ഭരണം കൈയാളാമെന്ന് മോഹത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പിതാവിന്റെ പാത പിന്തുടർന്ന് ഷാനവാസിന്റെ വിജയം ഉദുമയിലെങ്ങും ആഹ്ലാദം വിതച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഉപതിരഞ്ഞെടുപ്പായിരുന്നു ഉദുമയിലേത്. ജനങ്ങൾക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് കാണിച്ചു തന്ന തികച്ചും വ്യത്യസ്തനായ നേതാവായിരുന്നു പാദൂർ കുഞ്ഞാമു ഹാജി. ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം കുടുംബക്കാർക്ക് എന്നതുപോലെ ഉദുമയിലെയും ജില്ലയിലെയും ജനങ്ങൾക്ക് തീരാ നഷ്ടമായിരുന്നു. എന്തു പ്രശ്നവും ഏത് സമയത്ത് കയറിച്ചെന്ന് അവതരിപ്പിച്ചാലും അദ്ദേഹത്താൽ കഴിയുന്ന വിധത്തിൽ അതിന് പരിഹാരമുണ്ടാക്കിത്തരും. ഇതാണ് മറ്റു നേതാക്കന്മാരിൽ നിന്നും പാദൂർ കുഞ്ഞാമു ഹാജി എന്ന രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉദുമയിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് അധികമൊന്നും പ്രയാസമുണ്ടായില്ല ഇവിടെ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ. DCC പ്രസിഡന്റ് CK ശ്രീധരന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഏകാഭിപ്രായം ഉയർന്നത് കുഞ്ഞാമു ഹാജിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്. ഒടുവിൽ അത് എല്ലാവരും അംഗീകരിച്ചു. UDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഷാനവാസിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം തൃണവൽക്കരിച്ച് മുമ്പോട്ട് നീങ്ങിയ ഷാനവാസ് ഉദുമയിൽ വിജയക്കൊടി പാറിച്ചു. ഈ വിജയം എൻ്റെ ഉപ്പാടുള്ള സ്നേഹം, ജനങ്ങൾക്കുള്ള സ്നേഹം എനിക്ക് തിരിച്ചു തന്നു. അതാണ് ഞങ്ങളുടെ വിജയം.
പിന്നെ എൻ്റെ കൂടെയുള്ള UDF-ൻ്റെ എല്ലാവരും വളരെ നന്നായിട്ട് എല്ലാ പ്രവർത്തകരും വളരെ നന്നായിട്ട് ലീഡേഴ്സും എല്ലാവരും ചേർന്നിട്ട് എന്നെ ജയിപ്പിച്ചതാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ചട്ടഞ്ചാൽ സ്കൂളിൽ KSUവിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. ഇതാണ് ഷാനവാസിന് കൈമുതലുണ്ടായ രാഷ്ട്രീയ പാരമ്പര്യം. തുടർന്ന് +2 പഠനത്തിനിടയിലും ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെങ്കിലും ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കായിരുന്നു. തുടർന്ന് കർണാടകയിൽ ബിസിനസ് മാനേജ്മെന്റിന് ചേർന്ന് പഠിച്ച ഷാനവാസ് 2011 തിരഞ്ഞെടുപ്പ് വരെ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2015 വിദേശത്തായിരുന്നതിനാൽ സജീവമായി രംഗത്തുണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായ തന്നെ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചത് ഭാരിച്ച ഉത്തരവാദിത്വമാണെന്നാണ് ഷാനവാസിന്റെ പക്ഷം. 36 വയസ്സുള്ള ഷാനവാസ് തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട്. ഭാര്യ സുമയ്യയും 3 മക്കളുമായി സസുഖം ജീവിതം നയിക്കുന്ന ഷാനവാസിന്റെ വിജയം അർഹതയ്ക്കുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഗോസംരക്ഷണത്തിന്റെ മറവിൽ ദളിതർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിവിധ ദളിത് പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും രാമഭദ്രൻ അറിയിച്ചു. ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ദളിതർക്ക് നേരെ അരങ്ങേറുന്നത്. വിരലിലെണ്ണാവുന്ന ഇന്ത്യയിലെ ദേശീയ നേതാക്കളിൽ പ്രമുഖയായ മായാവതിയെ ലൈംഗിക തൊഴിലാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ലെന്നും ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമീപകാലത്ത് അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് BJPയുടെയും സംഘപരിവാര ശക്തികളുടെയും സഹായത്തോടുകൂടി നേരിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളോടുകൂടി അത് ജാതി മത ഭീകരതയായി ഇന്ത്യയിൽ വളർന്നിരിക്കുകയാണ്. ദലിതർക്കെതിരെയുള്ള ഈ ജാതിമത ഭീകരത ഈ രാജ്യത്ത് വൻ അരാജകത്വം ക്ഷണിച്ചു വരുത്തും. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പ്രവർത്തന പരിപാടികൾ ഓഗസ്റ്റ് 13, 14 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന നേതൃസംഗമം രൂപം നൽകുമെന്നും രാമഭദ്രൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രാമഭദ്രനെ കൂടാതെ വിജയൻ C. കുട്ടമത്ത്, ആനന്ദ് മൗവാർ, അജലക്കാട് വസന്തൻ, M. കൃഷ്ണൻകുട്ടി, ബാബുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ സർവകലാശാല യൂണിയൻ നോട്ട്സ് ഓൺ കലോത്സവം യൂഫോറിയ 2016 പെരിയ ആയമ്പാറ സിമെറ്റ് നഴ്സിംഗ് കോളേജിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 45 കോളേജുകളിൽ നിന്നായി 1000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കാനെത്തും. 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിക്കും. ചടങ്ങിൽ K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനാവും. P. കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം ജൂലൈ മാസം 30-ാം തീയതി 4 മണിക്കാണ് ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ആണ് കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനകത്ത് മുഖ്യ അതിഥിയായി ജില്ലയുടെ MP ആയിട്ടുള്ള ബഹുമാനപ്പെട്ട P. കരുണാകരൻ MP പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ B. വൈശാഖ്, പ്രിൻസിപ്പൽ ജോസഫൈൻ ജാക്ലിൻ മേരി, K. രാജു, R. വിനോദ്, അലക്സ് ലിവിങ്സ്റ്റൺ, ഹർഷ കണ്ണൻ, മുഹമ്മദ് സമീർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങളും നയങ്ങളും അധികൃതർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു. പണിമുടക്കിന്റെ ഭാഗമായി ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ധർണ സംഘടിപ്പിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ബാങ്കിംഗ് മേഖലാ ജീവനക്കാർ പണിമുടക്കിയത്. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കരണങ്ങളും നയങ്ങളും അധികൃതർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് സംഘടിപ്പിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ലയിപ്പിച്ച് FPയിലേക്ക് മാറ്റുന്നത് എന്ത് ഉദ്ദേശമാണുള്ളതെന്ന് ഇതുവരെയും സർക്കാരിന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ബാങ്ക് ലേനം എന്തിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നില്ല.
കിട്ടാക്കടങ്ങൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള വേറൊരു ആവശ്യം. കോടിക്കണക്കിന് രൂപ, അതും 9,000 10,000 കോടികൾ തിരിച്ച് ബാങ്കിൽ നിന്നും കൈക്കലാക്കി വിജയ് മല്യയെ പോലുള്ളവർ നാടുവിടുമ്പോൾ അവരെ പിടിക്കാതെ പാവപ്പെട്ട 1-2 ലക്ഷം രൂപ കിട്ടാക്കടത്തിൻ്റെ പേരിൽ കർഷകനെയും വിദ്യാഭ്യാസ വായ്പ എടുത്ത വിദ്യാർത്ഥികളെയും വേട്ടയാടുന്ന സർക്കാർ നയം അല്ലെങ്കിൽ ബാങ്ക് നയത്തിന് എതിരായിട്ടും കൂടിയാണ് നമ്മുടെ ഈ സമരം. സഹകരണ ഗ്രാമീണ ബാങ്കുകളടക്കം മുഴുവൻ ബാങ്കുകളിലെയും ജീവനക്കാർ പണിമുടക്കി. കാഞ്ഞങ്ങാട് SBTക്ക് മുന്നിൽ നടന്ന ധർണയിൽ MT സുധാകരൻ, ജനാർദ്ദനൻ, മോഹനൻ, നന്ദകുമാരൻ നായർ, ശ്രീജിത്ത്, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മതപ്രബോധന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1 നടക്കും. ഇതിന്റെ ഭാഗമായി ശിഹാബ് തങ്ങൾ അനുസ്മരണ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജ് ഇന്ത്യയിലുടനീളം മതപ്രബോധനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ചതാണിത്. കാര്യമായ മതബോധം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കുകയാണ് മിഷൻ ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാമിയ നൂറിയ അറബിക് കോളേജ് ഇന്ത്യയിലുടനീളം മതബോധന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ആവിഷ്കരിച്ച ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഉദ്ഘാടനവും ദീർഘകാലം സ്ഥാപനത്തിൻ്റെ ജാമിയ നൂരിയയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച മർഹൂം ശിഹാബ് തങ്ങൾ അനുസ്മരണ സെമിനാറും ആഗസ്റ്റ് 1 മംഗലാപുരം ടൗൺ ഹാളിൽ നടക്കും. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി KA റഹ്മാൻ, കർണാടക മന്ത്രി V രാമനാഥ റായ് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ചെർക്കളം അബ്ദുള്ള, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് തകർന്നു വീണു. ഉപ്പളയിലെ അബ്ദുൾ മജീദിന്റെ വീടാണ് നിർമ്മാണ പ്രവൃത്തിക്കിടെ തകർന്നു വീണത്. ഉപ്പള നയാ ബസാറിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. മഴയുള്ള സമയത്ത് പകലായിരുന്നു വീട് പ്രവൃത്തിക്കിടെ പൊളിഞ്ഞു വീണത്. വാർക്ക പണി പൂർത്തിയായ ഇരുനില കെട്ടിടമാണ് തകർന്നത്. നയാ ബസാറിലെ അംബാർ റോഡിലെ അബ്ദുൾ മജീദിന്റെ വീടിന്റെ 1/4 ഭാഗത്തോളം പണി പൂർത്തിയായിരുന്നു. അപകട സമയത്ത് ഇവിടെ ആരും തന്നെ ഇല്ലാത്തതിനാൽ വൻ ദുരന്തത്തിൽ നിന്നും ഒഴിവായി. വീടിന്റെ സൺസൈഡ് അടക്കമുള്ളവയുടെ പണി പൂർത്തിയായതായിരുന്നു. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ശുഭയാത്ര 2016 പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. കാസർഗോഡ് ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഉദ്ഘാടനം ചെയ്തു. അവിടെ നിയമം അനുസരിപ്പിക്കാനായിട്ട് ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുമ്പോൾ മാത്രം കയ്യിലിരിക്കുന്ന ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നവരോ, അല്ലെങ്കിൽ ഒരു പോലീസ് വണ്ടി അകലെ കാണുമ്പോൾ മാത്രം സീറ്റ് ബെൽറ്റ് എടുത്ത് ലോക്ക് ചെയ്യുന്നവരോ, അല്ലെങ്കിൽ എന്താ പറയുക, പോലീസുകാരൻ അവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം പിറകിലിട്ടിരിക്കുന്ന യൂണിഫോം എടുത്ത് ഇടുന്നവരോ അല്ല ഒരുപക്ഷെ പുറത്തെ ഉള്ളവർ. ഡെപ്യൂട്ടി സൂപ്രണ്ട് K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. SI രഞ്ജിത് രവീന്ദ്രൻ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജോസ് ഫ്രാൻസിസ്, SI T ദാമോദരൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AK രാജീവൻ, ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ P ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. അടുക്കത്ത് ബയൽ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ക്ലാസ് മുറികൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയാണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ LA മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈമൂനിസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അബ്ദുറഹ്മാൻ, VM മുനീർ, സമീൻസ് മുജീബ്, മിസ്രിയ ഹമീദ്, PTA പ്രസിഡന്റ് K സുരേന്ദ്രൻ, P വേണുഗോപാലൻ, K സുബ്രഹ്മണ്യൻ, ഹെഡ്മാസ്റ്റർ U രാമ എന്നിവർ സംസാരിച്ചു. കേരള നിയമസഭയിൽ കൃഷിക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭയിൽ കൃഷിക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നാളികേര വിലയിടിവ് മൂലം വിഷമിക്കുന്ന കേര കർഷകർക്ക് ഇരുട്ടടിയാണ് കേരള സർക്കാർ ഇക്കഴിഞ്ഞ ബജറ്റ് വഴി കൊണ്ടുവന്ന വെളിച്ചെണ്ണയുടെ 5% നികുതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിന് വേണ്ടി പോരാടാനായിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ധാരാളം പണമൊക്കെ ഇപ്പോൾ നീട്ടിവെച്ചിട്ടുണ്ട്. ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഭാഗഭാക്കാകുവാനായിട്ട് നടപ്പാക്കാനായിട്ട് കൂടുവാൻ കേരള കോൺഗ്രസുകളെല്ലാം ഇങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അത് കേൾക്കണമെന്നെല്ലാം ഞങ്ങൾ പറയുന്നില്ല, എങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ശ്രീ മാണി സാറിൻ്റെ ഉൾപ്പെടെ ഞങ്ങൾ പറയാറുണ്ട്. മറ്റേ നേരത്തെ സംസാരിച്ചു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അന്ന് ചില തരങ്ങളിലൊക്കെ ഞങ്ങളും ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താൻ പ്രധാനമന്ത്രിയെ കണ്ട് പാർലമെന്റിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയതായും PC തോമസ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര വ്യാപാരികൾ കാഞ്ഞങ്ങാട്ട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. വഴിയോര വ്യാപാരി സ്വയം തൊഴിൽ സമിതി CITU-വിന്റെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. UDF ഭരണസമിതി രൂപീകരിച്ച വഴിയോര വ്യാപാര സംരക്ഷണ നിയന്ത്രണ സമിതി പുനഃസംഘടിപ്പിക്കുക, സമിതിയിൽ വഴിയോര കച്ചവടക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക, നഗരസഭയിലെ മുഴുവൻ കച്ചവടക്കാരെയും രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് AV മുഹമ്മദ് അഷ്റഫ്, രഘുപതി, മാധവൻ, ജാനകി, വിമല ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITU നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യമായി ഒരു സാധനം ലഭ്യമാകണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല. അവർ ബസ് ഇറങ്ങി പോകുന്നതിനിടയിൽ വഴിയോരത്ത് അവർക്ക് ആ സാധനം ലഭ്യമാകണം. രഘുപതി അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി DV അമ്പാടി, MR ദിനേശൻ, കൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ചെയർമാന് നിവേദനം നൽകി. കാഞ്ഞങ്ങാട് കോട്ടയുടെ ചുറ്റുമതിൽ തകർന്ന് റോഡിലേക്ക് വീണ കല്ലുകൾ 2 ദിവസത്തിനകം നീക്കും. കോട്ട സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പുരാവസ്തു വകുപ്പിനാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിലാണ് കല്ലുകൾ നീക്കം ചെയ്യുക. ചുറ്റുമതിലിന്റെ കല്ലുകൾ പതിച്ചത് നഗരസഭാ റോഡിലാണ്. ഇതുമൂലം ഈ ഭാഗത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. കാഞ്ഞങ്ങാട് കോട്ടയുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പിന് കാഞ്ഞങ്ങാട് നഗരസഭ കത്തയക്കും. കാഞ്ഞങ്ങാടിന്റെ ചരിത്ര സ്മാരകമാണ് ഈ കോട്ട. കോട്ട മനോഹരമാക്കി സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാനും പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെടും. അതേസമയം കോട്ട സംരക്ഷിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ വകുപ്പ് മന്ത്രി AK ബാലന് കത്തയച്ചു. ആഫ്രിക്കയിൽ നിന്നെത്തിയ മിറക്കിൾ ഫ്രൂട്ട് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ താരമായി മാറുന്നു. തേനൂറുന്ന പഴങ്ങൾക്കായി ചെടി കായ്ക്കുന്നത് കാത്തിരിക്കുകയാണ് കാർഷിക കേന്ദ്ര അധികൃതർ. മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി പിലിക്കോട് തോട്ടത്തിലെത്തിയിട്ട് വർഷം 3ആയി. പാകമാകുമ്പോൾ ചുവന്ന നിറമാകുന്ന പഴത്തിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ. പഴം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാലും തേനൂറുന്ന മധുരം വായിൽ തങ്ങി നിൽക്കും എന്നാണ് മിറാക്കിൾ പഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വീറ്റ് ബെറി എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നു. സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം സിൻസിപ്പലം ഡിൽസിഫിക്ക എന്നാണ്. കോഫി ബീൻ വലിപ്പമുള്ള പഴം വായിലിട്ട് അലിച്ചു കഴിച്ച ശേഷം പുളിയോ കയ്പോ ഉള്ളതായ ഒരു സാധനം കഴിച്ചാലും വായിലെ മധുരം പോവില്ലത്രേ. മിറാക്കിൾ എന്ന പ്രോട്ടീൻ അടങ്ങിയതിനാലാണ് രുചി വ്യത്യാസമറിയാത്ത ഈ ഗുണമെന്നും പറയപ്പെടുന്നു. ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് അടുത്ത കാലത്തായി പ്രചാരം സിദ്ധിച്ചു വരുന്ന ഒരു പഴവർഗ്ഗമാണ് ഈ മിറക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് സിൻസിപ്പാലം ഫ്രൂട്ടിക്കോസം എന്നാണ്. ഇതിൻ്റെ ഗുണഗണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റാണ്. അതായത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരം കുറേ കഴിഞ്ഞിട്ടും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇതിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് ഭക്ഷണം രുചിയോടെ കഴിക്കാൻ സഹായമാണിത്. ഡയബറ്റിക്സ് രോഗികൾക്ക് ഇതിലെ പ്രോട്ടീൻ ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ UDFന് മിന്നും ജയം. ജില്ലാ പഞ്ചായത്ത് ഭരണം UDFന്റെ കയ്യിൽ ഭദ്രം. ദലിതർക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി കേരള ദലിത് ഫെഡറേഷൻ. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമുയർത്തുമെന്ന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ. ആരോഗ്യ സർവകലാശാല കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. പെരിയയിൽ നടക്കുന്ന കലോത്സവത്തിന് ഞായറാഴ്ച സമാപനം. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പണിമുടക്ക് പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് ജീവനക്കാരുടെ ധർണാ സമരം. ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഉപ്പളയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില കെട്ടിടം തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.